ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ കാവേരി ഇന്ന് രാജേശ്വരിയുടെ റിസോർട്ടിലേക്ക് ഇന്റർവ്യൂവിനായിട്ട് പോവാണ്. അപ്പോൾ കാവേരിനെയും കാത്ത് നിവിനും നമ്മുടെ വിനീതും കൂടി വഴിവക്കി തന്നെ നിൽക്കുകയാണ് കേട്ടോ. അപ്പം നിവിൻ്റെ ടെൻഷനൊക്കെ കാണുമ്പോൾ വിനീത് ചോദിക്കും, എടാ നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അവൾ നേരെ പോയി രാജേശ്വരി എൻ്റെ കണ്ടെന്ന് കരുതി എന്താ പ്രശ്നം എന്ന് ചോദിക്കുക. പ്രശ്നമുണ്ട് ബ്രോ, ആദ്യം നമുക്ക് അവൾക്കൊരു റിഹേഴ്സൽ കൊടുക്കണം. അവിടെ അമ്മയുടെ അടുത്ത് പോയി എങ്ങനെ പെരുമാറണമെന്നൊക്കെ അവളോട് പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറയാം. അതൊക്കെ വേണോ? അവൾ നന്നായിട്ട് തന്നെ നിൻ്റെ അമ്മയോട് പെരുമാറുള്ളൂ എന്ന് വിനീത് അപ്പം പറയൂ കേട്ടോ. അല്ല, ഇനിയിപ്പം കാവേരി വരത്തില്ലേ എന്ന് നിവിനപ്പം ചോദിക്കും. കുറേ നേരമായിട്ടും കാവേരിയെ ആ വഴിക്ക് കാണാത്തതുകൊണ്ട്. ഏയ് വരാതൊന്നും ഇരിക്കില്ല, അവർക്ക് ആ ജോലി അത്രയ്ക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് കിട്ടിയ കച്ചിത്തുരുമ്പ് കളയാൻ കാവേരി എന്തായാലും നോക്കില്ല. അവരെങ്ങനെ കാവേരിയെ പറ്റി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ കാവേരി സ്കൂട്ടിയിൽ അങ്ങ് കടന്നു പോവാം. പെട്ടെന്നാണ് നിവിനും വിനീതും അവിടെ നിന്ന് തന്നെ കൈ കാണിക്കുന്നത്. അവള് സ്കൂട്ടിയുടെ ഗ്ലാസ്സിലൂടെ കാണുന്നത്. പെട്ടെന്ന് വണ്ടി നിർത്തും. എന്നിട്ട് അവരെ കൈ കാണിക്കും. നിങ്ങൾ എന്താ അവിടെ സംസാരിച്ചുകൊണ്ട് നിന്നത് എന്ന് ചോദിക്കുക. അത് കാവേരി, ഞങ്ങൾ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് രണ്ടുപേരുടെ കാവേരിയുടെ അടുത്തേക്ക് ചെല്ലുക. ദേ, സംസാരിച്ച് സമയം കളയാൻ എനിക്ക് സമയമില്ല, എനിക്കൊരു ഇന്റർവ്യൂ ഉള്ളതാ എന്ന് കാവേരി ധൃതി കൂട്ടുട്ടോ. അത് കാണുമ്പോൾ വിനീത് ചോദിക്കും, നീ ഇന്റർവ്യൂവിന് പോകുന്നത് ഇവന്റെ റിസോർട്ടിൽ ഇവന്റെ അമ്മയുടെ അടുത്തേക്കല്ലേ എന്ന് ചോദിക്കുക. അതിന് കാവേരി, ഇവൻ കാരണമാണ് നമുക്ക് ആ ജോലി കിട്ടിയത്. നിനക്ക് വേണ്ടി അമ്മയോട് റെക്കമെൻഡ് ചെയ്തത് ഇവനല്ലേ, അതിനിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു നന്ദിയൊക്കെ ആവാം എന്ന് വിനീത് പറയൂട്ടോ. അത് കേൾക്കുന്ന കാവേരി പറയും താങ്ക്സ് എന്ന് നിവിനോട് പറയേ. അത് കഴിഞ്ഞ് വീണ്ടും നിവിൻ അത് മാത്രമല്ല എന്ന് പറയും. ഇനി എന്താ റെക്കമെൻഡ് ചെയ്തതിന് കൈക്കൂലി വല്ല ഞാൻ തരണോ എന്ന് ചോദിക്കുക. ഓ, അതൊന്നും അല്ല, ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടൊരു റിഹേഴ്സൽ നടത്തിയിട്ട് വേണം നീ പോകാനായിട്ട് എന്ന് നിവിനപ്പോൾ പറയും. റിഹേഴ്സലോ? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? അങ്ങനെയൊന്നും എന്നോട് നേരത്തെ പറഞ്ഞില്ലായിരുന്നല്ലോ എന്ന് കാവേരി അപ്പോൾ ചോദിക്കും. അപ്പോൾ വിനീത് ചോദിക്കും, നിനക്ക് ഈ ജോലി വേണോ വേണ്ടയോ എന്ന് ചോദിക്കും. അപ്പോൾ ജോലി വേണം, അതിന് റിഹേഴ്സലൊക്കെ ചെയ്യണോ? എങ്കിലേ ഞങ്ങൾ പറയുന്നത് നീ അനുസരിക്കുക എന്ന് പറയൂട്ടോ വിനീത്. ശരി, എന്താ ഞാൻ ചെയ്യണ്ടേ? നീ ആദ്യം അതിൽ നിന്ന് താഴോട്ട് ഇറങ്ങ് എന്ന് വിനീത് പറയൂട്ടോ. അപ്പോൾ കാവേരി വണ്ടി ഓഫാക്കി പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് ഹെൽമെറ്റൊക്കെ ഊരി വെക്കും. എന്നിട്ട് ചോദിക്കും, ഇനി എന്താ, ഇറങ്ങി കാര്യം എന്താണെന്ന് വെച്ചാൽ പറ എന്ന് പറയേ. നിവിൻ അപ്പം ചോദിക്കും, കാവേരി എങ്ങനെയാ അമ്മയുടെ ഓഫീസിലേക്ക് കയറി ചെല്ലുക, ഒന്ന് നടന്ന് കാണിച്ചേ. അപ്പം കാവേരിയാണ് മുടിയൊക്കെ കോതി നടക്കുന്നത് പോലെ കാണിക്കും. എങ്ങനെയുണ്ട്, ഇങ്ങനെ നടന്നാൽ പോരെ എന്ന് ചോദിക്കുക. ഇങ്ങനെയാണോ നീ നടന്നു പോകുന്നേ എന്ന് ചോദിക്കും. എന്നിട്ട് കാവേരി ആണെങ്കിൽ വേറെ രീതിയിൽ അപ്പം നടക്കൂ കേട്ടോ. പെട്ടെന്ന് നിവിൻ ചോദിക്കും, അയ്യോ നീ ഇങ്ങനെയാണോ നടന്ന് കയറി പോകുന്നേ? അതെ, ഇതിനെന്താ കുഴപ്പം, നല്ല കോൺഫിഡൻസ് ഉള്ള നടത്തുമല്ലേ എന്ന് ചോദിക്കുക. അങ്ങനല്ല, ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ് തലയൊക്കെ കുനിച്ച് നിവിൻ നടന്ന് കാണിച്ചു കൊടുക്കും. ദോ ഇതുപോലെ നടക്കണം എന്നും പറഞ്ഞ് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. എന്നിട്ട് കുണുങ്ങി നമ്മുടെ നിവിനാണെങ്കിൽ കാവേരി കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഭയങ്കര നാണമുള്ളൊരു പെൺകുട്ടി നടക്കുന്ന പോലെ തലയൊക്കെ കുനിച്ച് അങ്ങനെയുള്ള നടത്തം. അത് കാണുന്ന കാവേരിക്ക് ചിരി വരിക. ഇങ്ങനെ നടക്കണോ എന്ന് കാവേരി ചോദിക്കും. എന്നിട്ട് നിവിൻ കാണിച്ച പോലെ കാവേരി നടക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നമ്മുടെ കാവേരി നിവിൻ കാണിച്ച പോലെ നാണം കുടുങ്ങി നടന്നു വരികയാണ് കേട്ടോ. ഏകദേശം നടത്തം ശരിയാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ അമ്മ, ഞാൻ നിന്നോട് ചോദ്യം ചോദിക്കാൻ പോവാ. നീ രാജേശ്വരി മേഡമാണ് ഞാനെന്ന് കരുതി ആൻസർ പറയണം. ശരി, ചോദ്യം ചോദിച്ചോ എന്ന് അപ്പോൾ കാവേരി പറയാണ്. എന്താ തൻ്റെ പേര് എന്ന് ചെറു ധാർഷ്ട്യത്തോടെ നിവിൻ ചോദിക്കാം. എൻ്റെ പേര് ആൻറ്റിക്ക് അറിയാലോ, ഞാൻ അരവിന്ദൻ്റെ മോള് കാവേരി എന്ന് ചെറിയ ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് കാവേരി പറയും. ഇങ്ങനെയാണോ നീ അമ്മയോട് സംസാരിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുക. അപ്പം നിവിൻ ചോദിക്കും, ഇത് കുളവായത് തന്നെ. വിനീത് ചോദിക്കും, ഇതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോടാ? ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പം ഇങ്ങനെയാണോ ഇവള് സംസാരിക്കേണ്ടത് എന്ന് ചോദിക്കുക. കാവേരിക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടൊന്നും അല്ല. കാവേരി, ദേ മര്യാദയ്ക്ക് ചോദിക്കുന്നതിന് മാത്രം മറുപടി പറഞ്ഞേ എന്ന് വിനീത് അപ്പം ഇച്ചിരി ദേഷ്യത്തോടെ പറയുക. എന്നാൽ ഒന്നുകൂടെ ചോദിക്കുക എന്ന് കാവേരി പറയും. എന്താ പേര്? കാവേരി എന്ന് പറയാം. അപ്പം നിവിൻ പറയും, ഇത്രയ്ക്ക് ബിൽഡപ്പ് ഒന്നും വേണ്ട, ഇച്ചിരി താഴ്ത്തി അങ്ങ് പിടിക്കുക എന്ന് പറയാം. കാവേരി, ഇത് മതിയോ എന്നപ്പോൾ കാവേരി ചോദിക്കും. ഇത് സ്റ്റൈലായിട്ടുണ്ട്, ഇച്ചിരി താഴ്ന്നൊക്കെ സംസാരിച്ചാൽ മതി എന്ന് നിവിനപ്പോൾ പറയൂട്ടോ. ഏതുവരെയും പഠിച്ചു? ഡിഗ്രി? വേറെ എന്തെങ്കിലും ജോലിക്ക് പോയിട്ടുണ്ടോ? ഇല്ല എന്നപ്പം കാവേരി പറയൂട്ടോ. റിസോർട്ടിലെ ജോലിയൊക്കെ പരിചയമുണ്ടോ? വേറെ ജോലിക്കൊന്നും പോയിട്ടില്ലെന്ന് പറഞ്ഞ റിസോർട്ടിലെ ജോലിയും ചെയ്തിട്ടില്ല എന്നല്ലേ അതിനർത്ഥം എന്ന് കാവേരി എടുത്തടിച്ചു പറയേ. അപ്പം വിനീത് പറയും, ദേ കാവേരി, ഇങ്ങനെ ചോദിച്ച ആളുടെ മുഖത്തടിക്കുന്ന പോലെ നീ മറുപടി പറഞ്ഞാൽ ജോലി കിട്ടിയല്ല കേട്ടോ. ഇച്ചിരി താഴ്മയോടെയൊക്കെ സംസാരിക്കാൻ പഠിക്കണം, കുറച്ച് മര്യാദയ്ക്കൊക്കെ മറുപടി പറ. പിന്നെ ഈ ചോദ്യത്തിന് ഞാനെന്താ മറുപടി പറയണ്ടേ എന്ന് അപ്പം കാവേരി ചോദിക്കുക. അത് നിവിൻ പറഞ്ഞു തരും. ചോദ്യത്തിൻ്റെ മറുപടി മാത്രം നീ പറഞ്ഞാൽ മതി, അതും ഇങ്ങനെ എടുത്തടിച്ച പോലെ ഒന്നും സംസാരിക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? ഒത്തിരി വിശദീകരണം ഒന്നും വേണ്ട ഒന്നിനും. മുമ്പ് റിസോർട്ടിന് ജോലി ചെയ്ത് പരിചയമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, അല്ലെങ്കിൽ ഇല്ല, ഇങ്ങനെ വേണം പറയാൻ. ശരി, കോടതിയാണല്ലോ എന്നപ്പം കാവേരി പറയാം. അപ്പം വിനീത് പറയും, കാവേരി, ദേ നിനക്കാട്ടോ ഈ ജോലി ആവശ്യം, നീ ചുമ്മാ ഈ രീതി സംസാരിച്ചാൽ രാജേശ്വരി ആൻറ്റി നിനക്ക് ജോലിയൊന്നും തരത്തില്ല
പറ്റില്ല, സോറി വിനീതേട്ടാ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം എന്നപ്പോൾ കാവേരി പറയാം. ഒരു ജോലി ഏൽപ്പിച്ചു തന്ന ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ ആ ജോലി ചെയ്യാൻ തയ്യാറാണോ എന്ന് നിവിൻ വീണ്ടും ചോദിക്കും. അതെ എന്ന് അപ്പോൾ കാവേരി ഭയങ്കര താഴ്മയോടുകൂടി പറയും. കഴിഞ്ഞു, അപ്പം ഞാൻ പാസ്സായി എന്ന് കാവേരി ചോദിക്കും. ഇങ്ങനെയൊക്കെ പെർഫോം ചെയ്താൽ നീ പാസ്സാകും. ഇനി ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കട്ടെ എന്ന് കാവേരി നിവിനോട് ചോദിക്കുക. എനിക്ക് ശമ്പളം എത്ര കിട്ടും എന്ന് ചോദിക്കുക. അതൊക്കെ അമ്മയാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പം താൻ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. പിന്നെ ഞാൻ ആദ്യം പോകാം, ഇയാളൊരു 5 മിനിറ്റ് കഴിഞ്ഞ് വന്നാൽ മതി. നമ്മൾ തമ്മിലൊരു ധാരണ ഉണ്ടെന്നേ അമ്മ ഇപ്പോഴറിയണ്ട. ഓ ആയിക്കോട്ടെ, ശരി എന്ന് കാവേരി അപ്പോൾ പറയട്ടോ. കാവേരിയോട് വിനീത് വീണ്ടും പറയും. കാവേരി, നീ അവിടെ പോയി ശ്രദ്ധിച്ചൊക്കെ സംസാരിക്കണം കേട്ടോ. നിവിൻ കാരണം ഒരു ജോലി നിനക്ക് തന്നത് അവനൊരു ചീത്തപ്പേരുണ്ടാക്കി വെക്കരുത് എന്നൊക്കെ വിനീത് കാര്യമായിട്ട് തന്നെ നമ്മുടെ കാവേരിയെ ഉപദേശിക്കുന്നുണ്ട്. പെട്ടെന്ന് നമ്മുടെ കാവേരി പറയും, ശരി വിനീതേട്ട, ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ മര്യാദയ്ക്ക് പോയി അറ്റൻഡ് ചെയ്തോളാം. പക്ഷേ ആ രാജേശ്വരിയുടെ ചക്രവർത്തിനെയാണെന്നുള്ള ഭാവം ഉണ്ടല്ലോ, അത് കാണുമ്പോൾ എനിക്കങ്ങ് ചൊറിഞ്ഞു വരും. എന്തായാലും ഞാൻ മാക്സിമം ശ്രമിക്കാം മര്യാദയ്ക്ക് നിൽക്കാൻ, കുടുംബത്തിന് വേണ്ടിയല്ലേ. എന്നാൽ ശരി വിനീതേട്ട, ഞാൻ വരട്ടെ എന്ന് പറഞ്ഞ് അവൾ സ്കൂട്ടി എടുത്ത് പോവുകയാണേ. അപ്പോൾ വിനീത് കാവേരി പോകുന്നതും ഇങ്ങനെ നോക്കി നിൽക്കുക. എൻ്റെ ഈശ്വര, കാവേരി മര്യാദയ്ക്കൊക്കെ അവിടെ പോയി പെരുമാറിയാൽ മതിയായിരുന്നു. കാവേരിയുടെ എടുത്തടിച്ച പോലുള്ള പെരുമാറ്റത്തിൽ വിനീതിന് നല്ല പേടിയുണ്ട് കേട്ടോ. ഇതേ സമയം രാജേശ്വരി റിസോർട്ടിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് കാവേരി അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് കാവേരിയെ കണ്ടിട്ട് ഗൗനിക്കാതിരിക്കുന്ന രാജേശ്വരിയെ കണ്ട് ഗുഡ് മോർണിംഗ് മാം എന്ന് വിളിച്ചു പോവും കാവേരി. അത് കാണുമ്പോൾ തന്നെ രാജേശ്വരിക്ക് അങ്ങോട്ട് ദേഷ്യം വരികയാണ്. ഇരിക്കുക എന്ന് അപ്പം ഇഷ്ടമില്ലായ്മയോട് കൂടി പറയാം. നിവിനും തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പം ചാടി കയറി ഇരിക്കുകയാണ് നമ്മുടെ കാവേരി. നിന്നോടല്ല ഞാൻ ഇരിക്കാൻ പറഞ്ഞത് എന്ന് രാജേശ്വരി അപ്പം പറയേ. അപ്പം നിവിനെ കാവേരി നോക്കും. എന്നോടല്ലായിരുന്നോ എന്ന് ചോദിക്കും. നിവിൻ, നീ ഇരിക്കുക എന്ന് പറയേ. അപ്പം എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് നിവിൻ കാണിക്കും കാവേരിയുടെ. പതിയെ കാവേരി എഴുന്നേൽക്കും. എന്നിട്ട് മാറിപ്പോയി നിൽക്കും. എന്നിട്ട് നിവിൻ അവിടെ ഇരിക്കും. നമ്മുടെ രാജേശ്വരി ഒട്ടും താല്പര്യമില്ലായ്മയോടെ കാവേരിയോട് നിന്റെ പേരെന്താ എന്നിങ്ങനെ ഇച്ചിരി ധാർഷ്ട്യത്തോടു കൂടി ചോദിക്കും. അത് കേൾക്കുന്ന നിവിൻ പറയും, അമ്മയ്ക്ക് ഇവളുടെ പേരറിയില്ലേ, കാവേരി. ഞാൻ നിന്നോട് ചോദിക്കുമ്പോൾ നീ ഉത്തരം പറഞ്ഞാൽ മതി എന്ന് നിവിനോട് പറയണം കേട്ടോ. അപ്പം കാവേരി പറയും, ഞാൻ പറയാൻ തുടങ്ങുമായിരുന്നു മേഡം, കാവേരി എന്ന് പറയും. അപ്പോഴത്തേക്കും നിവിൻ പയ്യെ കാവേരിയോട് പറയും, ശബ്ദം താഴ്ത്തി പറ നീ എന്ന് പതിയെ പറയാം. അത് രാജേശ്വരിയുടെ ശ്രദ്ധയിൽപ്പെടും. നിവിൻ, കഥകൾ വേണ്ട. ഏതുവരെ പഠിച്ചു? BA. ഇത്രയും പഠിപ്പുള്ള ഒരാൾക്ക് ഇവിടെ റിസപ്ഷനിസ്റ്റായി ജോലി ചെയ്യേണ്ട അത്യാവശ്യമുണ്ടോ? വേറെ ജോലിക്ക് പോയിക്കൂടെ എന്ന് ചോദിക്കൂട്ടോ രാജേശ്വരി. ഇച്ചിരി ഇമോഷനാകുക എന്ന് അപ്പം നിവിൻ കാണിക്കും. ഓക്കെ എന്നും പറഞ്ഞ് കാവേരി ഇമോഷണൽ ആവായിട്ട് ശ്രമിക്കുകയാണ് കേട്ടോ. ഈയിടെ എൻ്റെ അച്ഛൻ മരിച്ചു മേഡം. കുടുംബത്തിന് ഇപ്പോൾ ഒരു ജോലി വളരെ അത്യാവശ്യമാണ്. വീട്ടിൽ അടുപ്പ് പുകയുണ്ടേ എന്ന് വളരെ ഇമോഷണലായിട്ട് കാവേരി സംസാരിക്കുകയാണ് കേട്ടോ. അപ്പം ആസിഫ് ഇങ്ങനെ നോക്കി നിൽക്കുക. ഈ നാട്ടിൽ കിട്ടാവുന്ന ജോലി റിസോർട്ടിലും ഹോം സ്റ്റേയും മാത്രമാണ്. അതുകൊണ്ടാണ് പുഷ്പവാടിയിലെ ഏറ്റവും ബെസ്റ്റ് റിസോർട്ടായ ടീ കപ്പിൽ ഒരു ജോലി കിട്ടിയാൽ നന്നായിരിക്കുമെന്ന് ഞാനങ്ങ് കരുതിയത് എന്ന് പറയും. അതിട്ട് നിവിനോട് കണ്ണ് കാണിക്കും എങ്ങനെ ഉണ്ടെന്ന്. അപ്പം വേറെ നല്ല ജോലി കിട്ടിയാൽ നീ പോകുമെന്നർത്ഥം. അപ്പം നിവിൻ പറയും, പോകില്ലമ്മ. നിവിൻ, നീ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ മിണ്ടാതെ ഇരിക്കണം, അല്ലാതെ ഇടയ്ക്ക് കയറി സംസാരിക്കാൻ നിൽക്കരുത്. അങ്ങനെയാണെങ്കിൽ നീ പുറത്തു പോ എന്ന് പറയാം. അത് കേൾക്കുന്ന ആസിഫിന് ചിരി വരിക. ഇതിലും വലിയ ജോലിയൊന്നും ഇവിടെ കിട്ടില്ല മാം. ടീ കപ്പല്ലേ പുഷ്പവടിയിലെ ഏറ്റവും ബെസ്റ്റ് എന്ന് ചോദിക്കുക. പുകഴ്ത്തി പറഞ്ഞ രാജേശ്വരി വീഴുന്ന് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് വെറുതെയാ എന്ന് രാജേശ്വരി കാവേരിയോട് പറയും. ടീ കപ്പ് റിസോർട്ട് പുഷ്പവാടി മാത്രമല്ല അങ്ങ് സൗത്ത് ഇന്ത്യയിലെ തന്നെ ബെസ്റ്റാ. അതുകൊണ്ട് നീ ഈ പറഞ്ഞ പുകഴ്ത്തലിലൊന്നും ഈ രാജേശ്വരി വീഴാൻ പോകുന്നില്ല. പിന്നെ ഈ ബസ്സിലും ട്രെയിനിലും ഒക്കെ കാർഡ് വിതരണം നടത്തി സാധനങ്ങൾ വിറ്റ് നടക്കുന്ന ആൾക്കാരുടെ ഭാഷയുണ്ടല്ലോ, അതുമായിട്ട് ഈ രാജേശ്വരിയുടെ അടുത്തേക്ക് നീ വരരുത്. രാജേശ്വരി അതിലൊന്നും വീഴുന്നവളും അല്ല എന്ന് പറയാം. എന്താ മേഡം എന്താ ഉദ്ദേശിച്ചത് എന്ന് കാവേരി ചോദിക്കുക. നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കൂട്ടോ. അപ്പോൾ രാജേശ്വരി, ഇല്ല മേഡം, എനിക്ക് മനസ്സിലായില്ല. അതായത് അച്ഛൻ മരിച്ചു, അമ്മ തളർവാദം ബാധിച്ച് കിടപ്പാണ്, വീട്ടിൽ പട്ടിണിയാണ് എന്നുള്ള ഈ നാടക ഡയലോഗുമായിട്ട് എൻ്റെ മുന്നിലേക്ക് ഇറങ്ങരുതെന്ന്. ഒരു ജോലി ഏൽപ്പിച്ചാൽ അത് വൃത്തിക്ക് ചെയ്യുക. കൂടുതൽ വിവരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒന്നെങ്കിൽ മറുപടി പറയുക വ്യക്തമായിട്ട്, അല്ലാതെ ആംഗ്യ ഭാഷയുടെ ആവശ്യമില്ല എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ കാവേരി തലയായിട്ട് കാണിക്കും. നിന്നോടാ ഞാൻ പറഞ്ഞത് ആംഗ്യ ഭാഷയിൽ ഈ രാജേശ്വരോട് സംസാരിക്കരുതെന്ന്. വാ തുറന്ന് മറുപടി പറയുക. അല്ല, നീ എന്തുകൊണ്ടാണ് ഈ റിസോർട്ട് തന്നെ ചൂസ് ചെയ്യാൻ കാരണം? അല്ല മേഡം, മേഡത്തെ പോലെ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ നടത്തുന്ന റിസോർട്ട് ആയതുകൊണ്ടും ഇത്രയും പേര് കേട്ട റിസോർട്ട് ആയതുകൊണ്ടുമാണ് മേഡം ഞാനിത് തന്നെ ചൂസ് ചെയ്തത് എന്ന് കാവേരി പറയാം. അല്ല, എന്ത് ജോലിയാണ് നീ ഇവിടെ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് വീണ്ടും ചോദിക്കുക. അപ്പം മേഡം എന്ത് ജോലി നൽകിയാലും ഞാൻ ചെയ്യും മേഡം, മേഡം പറഞ്ഞാൽ മതി. അപ്പം ഞാൻ നിനക്ക് ജോലി നൽകുകയും വേണം, ജോലി എന്താണെന്ന് നിന്നെ ഞാൻ പഠിപ്പിക്കുകയും വേണം അല്ലേ?
അല്ല മേഡം, ഞാനും മേഡത്തെ പോലെ ഒരു മിന്നും താരമായിട്ട് മാറിയാലോ? തുടക്കത്തിൽ മേഡം എന്നെ പോലെ ആയിരുന്നില്ലേ, അതിനുശേഷമല്ലേ ഇതുപോലെ വളർന്നു വന്നത് എന്ന് പറയണം കേട്ടോ. അപ്പൊ രാജേശ്വരി ചോദിക്കും, ശരി, ഈ മിന്നും താരത്തിന് എന്ത് സാലറി ആണാവോ പ്രതീക്ഷിക്കുന്നത് എന്ന് ചോദിക്കുക. അതിപ്പം ഇവിടെ നൽകുന്ന സാലറി എത്രയാണെന്ന് എനിക്കറിയില്ലല്ലോ മേഡം. മേഡം എല്ലാവർക്കും കൊടുക്കുന്ന ശമ്പളം അതെനിക്ക് മതി എന്ന് പറയാം. അതല്ല, നീ എന്താണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ശമ്പളം എന്നാണ് ഞാൻ ചോദിച്ചത്. അതിപ്പം കാശിന് എനിക്ക് നല്ല ആവശ്യമുണ്ട് മേഡം എന്നും കരുതി അത് മേഡത്തോട് ചോദിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. നിന്റെ ആവശ്യങ്ങളെല്ലാം എനിക്ക് സാധിച്ചു തരാനൊന്നും പറ്റത്തില്ല എന്ന് അപ്പം രാജേശ്വരി പറയാം. ഒരു 20,000 രൂപ തരും, അതിൽ കൂടുതൽ എന്തായാലും പറ്റില്ല. ഒരു 30,000 എങ്കിലും ആക്കുമോ മേഡം? ഇവിടെ ലേലം വിളിയൊന്നും ഇല്ല, 20,000 അത് ഫിക്സാ എന്ന് കാവേരിയോട് രാജേശ്വരി പറയണം. ശരി മേഡം എന്ന് അപ്പം പറയണം. ഒരു മാസം നിർത്തി നോക്കും. ആ കാലയളവിൽ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടാൽ എങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കും. മനസ്സിലാകുന്നുണ്ടോ? ശരി മേഡം. നാവടയ്ക്ക് മര്യാദയ്ക്ക് പണിയെടുത്തോണം, ഇല്ലെങ്കിൽ ഏത് സമയം പറഞ്ഞു വിടും. ശരി മേഡം എന്ന് കാവേരി ഇഷ്ടക്കേടോടുകൂടി പറയാം. എങ്കിൽ പൊയ്ക്കോ എന്ന് പറയണം കേട്ടോ. അപ്പോഴത്തേക്കും ഇവനാണെങ്കിൽ കാവേരിയോട് പറയാം, താങ്ക് യു. അത് കേൾക്കുന്ന രാജേശ്വരിക്ക് വളരെ അരോചകമായിട്ട് തോന്നുക. കാവേരിയുടെ താങ്ക് യു വിളിച്ചു കൂവിയാണ് കാവേരി പറയുന്നത്. അതിൻ്റെ കാവേരി അവിടെ നിന്ന് പോവാണേ. പിന്നെ രാജേശ്വരി ഒന്നും മിണ്ടത്തില്ല. ഇതേ സമയം അമ്മേ ഞാൻ ഇപ്പം വരാം എന്നും പറഞ്ഞ് നിവിനും കാവേരിയുടെ പിന്നാലെ വെച്ച് പിടിക്കുക. നിവിന് ഒരുപാട് സന്തോഷമായി. താൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി തൻ്റെ മുന്നിൽ തന്നെ ഇനി എന്നും കാണുമല്ലോ എന്നുള്ള സന്തോഷമാണ് നമ്മുടെ നിവിന്. അതേസമയം കാവേരി വണ്ടി എടുത്ത് പോകാനായിട്ട് തുടങ്ങുമ്പോൾ ഇങ്ങനെ ആലോചിക്കോ, അവരാരാണെന്ന് അവരുടെ വിചാരം. എൻ്റെ പൊന്നോ, IAS പരീക്ഷയുടെ ഇൻ്റർവ്യൂവിന് പോലും ഇതുപോലത്തെ ചോദ്യങ്ങൾ കാണത്തില്ല. ഇങ്ങനെയുണ്ടോ ഒരു സ്ത്രീയെ? ഒരു ക്വസ്റ്റ്യൻ ചെയ്യലുമായിട്ട് അവർ വന്നേക്കുക. ഇവർ പോലീസ് കയറുന്നതാ നല്ലത് എന്നൊക്കെ കാവേരി ദേഷ്യത്തോടു കൂടി പറയാം. അതേസമയം നിവിൻ പിന്നിൽ നിന്ന് വിളിക്കുക, കാവേരി പോകല്ലേ എന്ന് പറയണം കേട്ടോ. അപ്പം നിവിനെ കാണുമ്പം കാവേരി ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണേ. അപ്പം നമ്മുടെ നിവിൻ കാവേരിയുടെ അടുത്തേക്ക് ഓടി വരികയാണ്. കാവേരി എന്താ നിവിനെ എന്നപ്പം ചോദിക്കുക. അല്ല, നീ ടെസ്റ്റ് പാസ്സായി? പാസ്സായെന്നോ? 1 മാസത്തേക്ക് വരാനല്ലേ പറഞ്ഞത് എന്ന് കാവേരി അപ്പം ചോദിക്കാം. കാവേരി വാ, ബാക്കി നമുക്ക് നോക്കാം, ഞാനല്ലേ ഉള്ളത് എന്ന് നിവിൻ പറയാം. പക്ഷേ നിവിൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ എന്നെ എന്ന് ചോദിക്കാം. അതൊക്കെ ഇഷ്ടപ്പെട്ടോലൂന്നേ, നീ നന്നായിട്ട് പെർഫോം ചെയ്താൽ മതി. കാവേരിയെ ആർക്കാ ഇഷ്ടപ്പെടാത്തത്? അതൊക്കെ വെറുതെയാ. ശമ്പളം കുറഞ്ഞു പോയെന്ന് തോന്നുന്നു. അതും ശരിയാക്കാം. കൂടാൻ സാധ്യതയുണ്ടോ എന്നപ്പോൾ കാവേരി ചോദിക്കുക. നമുക്ക് നോക്കാന്നേ എന്ന് നിവിൻ പറയും. എന്നിട്ട് നിവിൻ കൈ കാണിക്കുവേ. എന്താ എന്ന് ചോദിക്കുവേ. എന്തിനാ കൈ കാണിച്ചത്? ഓൾ ദി ബെസ്റ്റ് പറയാനോ? അതായിരുന്നോ എന്നും ചോദിച്ച് കാവേരി നിവിന് കൈ കൊടുക്കുക. അങ്ങനെ 2 പേരും കൂടി കൈ കൊടുത്ത് ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് പിരിയാണ് കേട്ടോ. നിവിന് ഒരുപാട് സന്തോഷമാകുക. അല്ല, ഈ കൈ ഒന്ന് വിടാവോ എന്നപ്പം നമ്മുടെ കാവേരി ചോദിക്കുക. സോറി, മറന്നുപോയി. ഇത് വിട്ടിരുന്നെങ്കിൽ എനിക്ക് വീട്ടിൽ പോകായിരുന്നു. അല്ല, ഞാൻ വേണമെങ്കിലേ കൊണ്ടുവിടാം. അതൊന്നും വേണ്ട. ഈ പുഷ്പവാടിയെ, ഈ കാവേരി ജനിച്ചു വളർന്ന നാടാ. ഏത് പാതിരാത്രിയും പുറത്തു പോകാൻ എനിക്ക് ആരുടെയും കൂട്ട് വേണ്ട. മനസ്സിലായോ നിവിന് എന്ന് ചോദിക്കും കേട്ടോ. അപ്പം നിവിൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. നിവിന് ഒരുപാട് സന്തോഷമാവുകയാണ് കാവേരിക്ക് ജോലി കിട്ടിയതിൽ. സമയം സ്നേഹതീരത്ത് ശാരദയാണെങ്കിൽ അരിപ്പാത്രമൊക്കെ തപ്പിപ്പെറുക്കാണ് കേട്ടോ. കാശ് വല്ലതും ഉണ്ടോയെന്ന്. നമ്മുടെ അമ്മമാർക്കൊക്കെ ഒരു ശീലം ഉണ്ടല്ലോ, അരിപ്പാത്രത്തിൽ പൈസ ഇട്ട് വെക്കുന്നത്. അപ്പം ചെറിയ 50 രൂപ നോട്ടുകൾ 100 രൂപയൊക്കെ കിട്ടുകയാണ്. അതൊക്കെ തപ്പിപ്പെറുക്കി എടുക്കുകയാണ് കേട്ടോ. അതേസമയം നമ്മുടെ കാവേരിക്ക് ജോലിയൊക്കെ കിട്ടിയതോടുകൂടി അവരുടെ ജീവിത നിലവാരം അത്യാവശ്യം ഒന്ന് മെച്ചപ്പെടുകയാണ്. നമ്മുടെ കാവേരി ആണെങ്കിൽ അങ്ങനെ ടീക്കപ്പ് റിസോർട്ടിലെ ഒരു സ്റ്റാഫായിട്ട് പോയി തുടങ്ങുക. നിവിൻ്റെ സഹായങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ രാജേശ്വരിയായിട്ട് കൊമ്പ് കോർക്കാൻ ഇടവരാതെ തന്നെ നമ്മുടെ കാവേരി അവിടെ പിടിച്ചു നിൽക്കുകയാണ്. അതൊക്കെ വേഗം കാണിച്ചു പോവാണ് കേട്ടോ ഒരു പാട്ടിലൂടെ. ഇതേ സമയം യമുനയാണെങ്കിൽ വിശാലുമായിട്ടുള്ള സ്നേഹബന്ധം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വിശാലിന് തന്നോടുള്ളത് ആത്മാർത്ഥ പ്രണയമാണ് എന്നാണ് പാവം യമുന കരുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ നൽകുന്ന പ്രണയത്തിലും സ്നേഹത്തിലും വിശ്വസിച്ച് അവൻ്റെ കൂടെ ചുറ്റിക്കറങ്ങാനൊക്കെ യമുന പോയി തുടങ്ങുന്നുണ്ട് കേട്ടോ. പക്ഷേ വിശാലിനെ സംബന്ധിച്ച് മറ്റുള്ള പെൺകുട്ടികളെ പോലെ ഒരാൾ മാത്രമാണ് നമ്മുടെ യമുനയും. പക്ഷേ യമുനയ്ക്ക് ഭയങ്കര സിൻസിയർ ആയിട്ടുള്ള പ്രണയമാണ് വിശാലിനോട്. അതേസമയം നമ്മുടെ ഗംഗയുടെ മനസ്സിലാണെങ്കിൽ വിനീതിനെ പറ്റിയുള്ള ചിന്തകളൊക്കെ മാറി വരുന്നുണ്ട്. വിനീത് തങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്ന ഓരോ സഹായങ്ങളൊക്കെ വിനീതിനെ പറ്റിയുള്ള നല്ലൊരു മമത ഉണ്ടാക്കിയെടുക്കാൻ ഗംഗയ്ക്ക് സാധിക്കുന്നുണ്ട് കേട്ടോ. വിനീത് ഗംഗയുടെ നമ്പർ കൊടുത്തിട്ട് ലേഡീസ് ഐറ്റംസ് ഒക്കെ തയ്ക്കുന്നതിനായി സമീപിക്കുക എന്ന് പലയിടത്തും ബോർഡർ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഗംഗയുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ഇതൊക്കെ തങ്ങൾക്ക് വേണ്ടിയാണ് വിനീതേട്ടൻ ചെയ്യുന്നതെന്ന് ഉള്ള ഒരു തിരിച്ചറിവുണ്ട്. എല്ലാം ഉപരി നമ്മുടെ വിനീത് നിളയോട് കാണിക്കുന്ന കരുതലും സ്നേഹവും ഗംഗയുടെ മനസ്സിൽ വിനീതിനോടുള്ള സ്നേഹം ഉണ്ടാക്കാനായിട്ട് വഴി തെളിയിക്കുന്നുണ്ട്. എങ്കിൽ പോലും സുജാതാപ്പച്ചിയെ മറികടന്ന് വിനീതുമായിട്ടുള്ളൊരു ജീവിതം ഗംഗയോട്ട് സ്വപ്നം കാണുന്നുമില്ല. അങ്ങനെ ഒരു ഓളത്തിൽ അവരുടെ ജീവിതം സന്തോഷത്തോടെ പോകുന്നതൊക്കെ ഒരു പാട്ടിലൂടെ കാണിച്ചു തീർക്കുകയാണ് കേട്ടോ.
അങ്ങനെ നമ്മുടെ വിശാലാണ് യമുനെ ഇപ്പം മിക്കപ്പോഴും വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നത്. പക്ഷെ വീട്ടിൽ ആർക്കും ഇതറിയുന്നില്ല. വീടെത്തുന്നതിന് കുറച്ച് മുന്നേ വരെ കൊണ്ടുവിടും. അതിനുശേഷം യമുന നടന്നു വരികയാണ് പതിവ്. അപ്പം അന്നും പതിവ് പോലെ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് ബൈക്കിൽ വരികയാണ് കേട്ടോ. ബൈക്ക് നിർത്തി കഴിയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ യമുന പറയും, ഇവിടെ നിർത്ത്, വീട്ടിലേക്ക് നീ കൊണ്ടുവിടണ്ട, ആരെങ്കിലും കണ്ടു കഴിഞ്ഞാലേ ഇന്നത്തോടു കൂടി തീരും എന്ന് പറയാം. നീ എന്തിനായി പേടിക്കുന്നത്? നിന്റെ വീട്ടിലോ എൻ്റെ വീട്ടിലോ നമ്മുടെ ബന്ധത്തെ ചൊല്ലി ഒരു എതിർപ്പും വരാൻ പോകുന്നില്ല. നിനക്കറിയാലോ എൻ്റെ അച്ഛന് നിങ്ങളോടൊക്കെ എത്രമാത്രം സ്നേഹമാണെന്ന്. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് ഞങ്ങളെക്കാളും ഇഷ്ടം അരവിന്ദങ്ങളുടെ മക്കളോടാണെന്ന് എന്നൊക്കെ പറയാണ് കേട്ടോ. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇപ്പോഴാരും ഈ ബന്ധത്തെ പറ്റി അറിയണ്ട. അല്ലെങ്കിൽ നമുക്ക് ഈ ബൈക്ക് നിർത്തണ്ട, ഇങ്ങനെ അങ്ങ് പോയാലോ, ഈ നാടും വീടും വീട്ടുകാരെയും ഒക്കെ ഉപേക്ഷിച്ച് നമുക്ക് വേറൊരു നാട്ടിൽ പോയി സ്വസ്ഥമായിട്ടങ്ങ് ജീവിക്കാന്നേ എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ യമുന പറയും, അങ്ങനെ ഇപ്പോൾ ഒളിച്ചോടിപ്പോയി കല്യാണമൊന്നും കഴിക്കണ്ട, നാലാൾ അറിഞ്ഞ് സന്തോഷത്തോടെ നമുക്കൊരു ജീവിതം തുടങ്ങിയാൽ മതി എന്ന് പറയാം. എന്നിട്ട് വിനീത് നമ്മുടെ വിശാലാണെങ്കിൽ വണ്ടി തള്ളിക്കൊണ്ട് അപ്പം യമുനയ്ക്കൊപ്പം നടക്കുകയാണ് വീട്ടിലേക്ക്. ഇതേ സമയം തന്നെയാണ് സാധനങ്ങൾ മേടിക്കാനായിട്ട് ഗംഗ പുറത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നത്. രണ്ടുപേരെ ഒരുമിച്ച് കാണുന്ന ഗംഗ അവരുടെ അടുത്തേക്ക് ചെല്ലുക. എന്നിട്ട് ചോദിക്കും, അല്ല നിനക്ക് ബസ്സൊന്നും കിട്ടിയില്ലേ എന്ന് ചോദിക്കുകയാണ് യമുനയോട്. അപ്പോൾ പേടിച്ച് പറിച്ച് യമുന പറയും, അത് ചേച്ചി വിശാൽ എന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞപ്പം ഇവൻ എന്നെ ബസ് സ്റ്റോപ്പ് വരെ കൊണ്ടുവിട്ടതാ, പിന്നെ ഞങ്ങൾ വർത്താനം പറഞ്ഞിങ്ങ് നടന്നതാ എന്ന് പറയേ. വിശാലും പറയും, അതേ ഗംഗേച്ചി, വെറുതെ എന്തിനാ ഇവള് ബസ് സ്കൂല് കൊടുത്ത് കഷ്ടപ്പെടുന്നത്, അതുകൊണ്ട് ഞാനും ഈ വഴിക്കാണല്ലോ കൊണ്ടുവിടാമെന്ന് കരുതിയതാ എന്ന് പറയാം. അത്ര വലിയ സഹായമൊന്നും വിശാലിന് ചെയ്യേണ്ട കേട്ടോ, വിശാൽ പൊയ്ക്കോ എന്ന് പറയുകയാണേ. അത് കാണുമ്പം യമുനയ്ക്ക് അങ്ങ് ആകെ സങ്കടം വരിക. വിശാൽ അങ്ങ് കടന്നു പോയി കഴിയുമ്പം ഗംഗ യമുനയുടെ കവിളത്തിന് നല്ലൊരു അടി വെച്ച് കൊടുക്കുക. എടി, നമ്മുടെ അവസ്ഥയൊക്കെ നിനക്ക് നന്നായിട്ട് അറിയാലോ, ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലം ഇത്, കൂടെ നിന്നവർ പോലും ചതിക്കുന്ന സാഹചര്യം, അങ്ങനെയുള്ളപ്പം എന്ത് ബന്ധത്തിൻ്റെ പുറത്താ നീ അവൻ്റെ പുറകെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നത്? എന്ത് സംഭവിച്ചാലും നഷ്ടം നമുക്ക് മാത്രമായിരിക്കും, ഒന്നും നഷ്ടപ്പെടാനില്ല എന്ന് പറയാം. അത് കേൾക്കുന്ന യമുന പറയും, ചേച്ചി കരുതുന്ന പോലെയൊന്നും അല്ല, അവൻ എൻ്റെ ഫ്രണ്ടല്ലേ എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്.